ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടെന്ന് തോന്നിയപ്പോൾ വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ച് തുടർഭരണത്തിലേക്ക് കയറാമെന്ന് സ്വപ്നം കണ്ട CPM. എന്നാൽ ആ നിലപാട് ജാതിമത ഭേദമന്യേ തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞുകുത്തിയപ്പോൾ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി അകന്നുവെന്ന് തോന്നിയപ്പോൾ വെള്ളാപ്പള്ളിയെ പരിപൂർണമായി തള്ളുകയാണോ പാർട്ടി? AN ഷംസീറിനെതിരെയുള്ള പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത ഭാഷയിൽ CPM നേതാക്കൾ രംഗത്തിറങ്ങുന്നു. മറ്റ് സമുദായങ്ങളെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളിൽ അപകടം തിരിച്ചറിയാതിരുന്ന പാർട്ടിക്ക് സ്വന്തം നേതാക്കളെ പറയുമ്പോൾ മാത്രമാണ് പൊള്ളുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയതയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കിയ CPMന് അതിന്റെ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന SNDP യോഗത്തിന്റെ നേതാവ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി നേരത്തെ അദ്ദേഹത്തെ തള്ളിപ്പറയാതിരുന്നത്? മുൻപ് എല്ലാത്തരം വർഗീയ ശക്തി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള CPM എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മുന്നിൽ ഇത്രയും നാൾ വായ് പൂട്ടിയിരുന്നു? വോട്ട് ബാങ്ക് കണക്ക് പുസ്തകം കൂട്ടിയും കുറച്ചും നോക്കിയപ്പോൾ വെള്ളാപ്പള്ളിയുടെ അക്കങ്ങൾ കുറഞ്ഞതാണോ CPMന്റെ ഇപ്പോഴത്തെ മാറ്റത്തിന് പിന്നിൽ? വെള്ളാപ്പള്ളിയെ CPM പൂർണ്ണമായും തള്ളിപ്പറയുകയാണോ? അതോ സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തിരിച്ചറിവിന്റെ രാഷ്ട്രീയ നിലപാടിലേക്ക് മാറുന്നതിന്റെ സൂചനയാണോ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ മുൻപ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ വിവാദ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം AN ഷംസീറിനെ കുറിച്ച് പറഞ്ഞ പ്രതികരണവും ആദ്യം ഒന്ന് കേൾക്കാം. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഈ ഷംസീറിനൊക്കെ ഒരു ത്യാഗം അനുഷ്ഠിച്ചിട്ടില്ല. എളുപ്പത്തിൽ ചാടിക്കയറി ഭരണത്തിൽ കയറി നടന്ന ആളുകളാണ് ഇന്ന് പിണറായി എതിർക്കുമ്പോൾ ഈ പിണറായിയുടെ തണലിൽ നിന്നുകൊണ്ട് ഇവിടെ എല്ലാം എതിർക്കുന്ന ശക്തികളെല്ലാം എന്തെല്ലാം വളർന്നു ഉയർന്നു സാമ്പത്തികമായി മറ്റെല്ലാം ഇവരെല്ലാം കൊള്ളകായ്മയും അല്ലേ? പിന്നീട് ഭരണം ഇല്ലാതെ പോയി എങ്കിൽ അത് എന്നെ കുറ്റം പറയുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പിണറായിക്കിട്ട് മാത്രം വെടിവെക്കണത് ശരിയാണോ? കൂട്ടുത്തരവാദിത്വമല്ലേ? ഭരണം കിട്ടാതെ പോയത് കൂട്ടുത്തരവാദിത്വം. 2 ടൈം കിട്ടിയെന്നുള്ളതിൻ്റെ ഗുണം എന്തേ പറയാത്തത്? 3 ടൈം ആർക്കിവിടെ കിട്ടിയിട്ടുണ്ട്? 2 ടൈം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? പിണറായിക്ക് മാത്രമല്ലേ 2 കൊല്ലം ഇവിടെ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. മുൻപ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്ന CPM ഇന്ന് വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. പ്രസ്താവന അസംബന്ധമെന്നായിരുന്നു പിണറായി വിജയനും MV ഗോവിന്ദനും പ്രതികരിച്ചത്. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPMലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിന്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുൻ സ്പീക്കറായിട്ടുള്ള കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPIMന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിക്കില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് രജനസ് ഉണ്ണിത്താൻ, BJP നേതാവ് അഡ്വക്കേറ്റ് അശോക് കുമാർ, CPM സഹയാത്രികൻ ഡോക്ടർ ജയരാജ്, SNDP യോഗം പീത വിപ്ലവ സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ PS രാജീവ് എന്നിവരാണ്. ആദ്യം
ശ്രീ രജിനസ് ഉണ്ണിത്താനിലേക്ക്. ശ്രീ രജിൻ, CPM വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുവെന്ന് നേരത്തെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണോ CPM അപകടം തിരിച്ചറിയുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPMന്റെ ഒരു നിലപാട് മാറ്റമായി കാണേണ്ടതാണോ? നോക്കൂ ടോം, CPM എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനേയും പ്രോത്സാഹിപ്പിക്കുക, അതായത് കോൺഗ്രസിനെതിരെ സംസാരിക്കുന്ന അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ആരെയും പ്രോത്സാഹിപ്പിക്കുക, അത് ഇത്ര വർഗീയപരമായി പരാമർശം ഉന്നയിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നയവുമായി ബന്ധപ്പെട്ട് നിന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ചെന്നെത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, ഈ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ. അത് സാമൂഹികപരമായാലും എഡ്യൂക്കേഷൻ പരമായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ എന്നും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്തു പോയ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചെയറിൽ, അതിന്റെ പ്രധാനപ്പെട്ട ചെയറിൽ ഇരിക്കുന്നവർ അവരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ താങ്കൾ ഇൻട്രോയിൽ തന്നെ പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് ഈ നാടിനെ ഏറ്റവും കൂടുതൽ നവോത്ഥാനത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച ശ്രീനാരായണ ഗുരുവിനെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നവർ ആയിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആവശ്യം, എന്നല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ, നമ്മുടെ നല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യം. പക്ഷെ എപ്പോഴൊക്കെയോ അതിര് വിട്ട് വർഗീയ പരാമർശത്തിലേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാ സമുദായ സംഘടനകളെയും അല്ലെങ്കിൽ ജാതി സംഘടനകളെയും എല്ലാം സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം എന്നുള്ളത്. പക്ഷെ വർഗീയപരമായി ചിന്തിക്കുകയും വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നവരെ അകറ്റി നിർത്തുവാൻ ഇന്നും കോൺഗ്രസും UDFും ശ്രമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CPMനെ സംബന്ധിച്ച് അവരുടെ വോട്ട് രാഷ്ട്രീയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ രീതിയിലുള്ള പ്രോത്സാഹനം, അങ്ങനെ സംസാരിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകുകയും അത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യുകയും ശ്രീനാരായണീയരായ ആളുകളും സാധാരണക്കാരായ വിശ്വാസികളും എല്ലാവരും അത് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കേരള സമൂഹത്തിൽ നിലനിന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയുള്ള വോട്ട് രാഷ്ട്രീയത്തിന് അവിടെ വിലയില്ല എന്ന് LDFും CPM ഒക്കെ മനസ്സിലാക്കി പോയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന പ്രസ്താവനകളിലൂടെയൊക്കെ അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതും അല്ലെങ്കിൽ അവർ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. CPM ഒരിക്കലും ഒരു പാഠം പഠിക്കുന്നില്ല, ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഷംസീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വന്നതോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതൊക്കെ CPMവുമായി ബന്ധപ്പെട്ട ഇന്റേണൽ പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അത് ചിലപ്പോഴൊക്കെ പലപ്പോഴും വിവാദങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് ഗണപതി മിത്താണെന്നൊക്കെ പല രീതി പരാമർശിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഷംസീർ. ആ സമയത്ത് പോലും ഹൈന്ദവ രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘപരിവാർ ശക്തികൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മുതലെടുക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്താവനകളും ഒക്കെ കേരള സമൂഹത്തിൽ പറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഷംസീറിനെ കാണുവാൻ നമുക്ക് കാണുവാൻ സാധിച്ചത്. അങ്ങനെയുള്ള ആളാണ് ഷംസീർ. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പരാമർശിച്ചത് അത് അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, അത് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ വക്താക്കൾ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിലേക്ക് വർഗീയത പറയുന്നത്, അതായത് സമുദായത്തിന്റെ നേതാക്കന്മാരായാലും വർഗീയത പറയുകയും അതുമായി ബന്ധപ്പെട്ട് ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ആളുകൾക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ന രീതിയിലും മുന്നിലുണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. CPMന്റെ അവരുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നിലപാടുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറയണം എന്ത് പറയണ്ട എന്നറിയാത്ത ഇത് വെള്ളാപ്പള്ളിയോടും NSSനോടും മാത്രമുള്ള കോൺഗ്രസിന്റെ നിലപാടാണോ? മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയോടും സമാനമായ നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിലും മറുപടി വേണം. പക്ഷെ അതിലേക്ക് വരാം. ഇപ്പോൾ ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജ് ചേരുന്നുണ്ട്. ഡോക്ടർ ജയരാജ്, ഈ മുസ്ലിം സമുദായത്തെയും മലപ്പുറത്തെയും ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുൻപ് ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹം അത് കേട്ടിട്ടുള്ളതാണ്. അന്ന് അത് അദ്ദേഹത്തിന്റെ, അതായത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു എന്നായിരുന്നു CPM അന്ന് ഇതിനോട് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പോൾ സ്വന്തം പാർട്ടി നേതാവായ AN ഷംസീറിനെതിരെ പറഞ്ഞപ്പോഴാണോ CPM അപകടം മണക്കുന്നത്, വർഗീയത തിരിച്ചറിയുന്നത്? ഡോക്ടർ ജയരാജ്, ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ CPMന് പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ കുറെ നാളുകളായിട്ട് കുറെ ആളുകൾക്ക് നേരെ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിത്യചൈതന്യ എഴുതി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇതിനകത്ത് കോട്ട് ചെയ്യാനുള്ളത്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകളെ വഴിക്ക് വിടുക, അവരുടെ വാക്കുകൾ സംസാരിക്കുന്നതിന് അതിനില്ലാത്ത അർത്ഥങ്ങളൊക്കെ കൊടുത്ത് അത് പൊലിപ്പിച്ച് ആ ഒരു പ്രായത്തിൻ്റെതാണ്, അല്ലെ പ്രായാധിക്യത്തിൻ്റെതാണ്
അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വേണ്ടുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സമൂഹത്തിൽ. അല്ലെങ്കിൽ ആരും ഈ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ എന്ത് പറഞ്ഞാലും അത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല. പക്ഷെ അത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഡിവിഷൻസ് ഉണ്ടാക്കുന്നതെന്നെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആര് നടത്തിയാൽ തന്നെയും അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് ആർക്കെതിരെ, ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള പരാമർശം ഉണ്ടാകുന്ന കുറെ പക്ഷെ നാളുകൾ മുൻപ് ഇങ്ങനെ വിഭജിക്കുന്ന രീതിയിലുള്ള, സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട്. അന്ന് ഈ നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ടോ ഡോക്ടർ ജയരാജ്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതല്ലേ അതിന്റെ ശരി. നിയന്ത്രിക്കേണ്ടുന്ന സമയത്ത് നിയന്ത്രിക്കും, ഇടപെടുന്ന സമയത്ത് ഇടപെടും. ആദ്യമേ നമ്മളൊരു ഏജിന്റെ ഒക്കെ ഒരു പരിധി കൊടുത്തു, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ, നേരത്തെ പാർട്ടി നേതൃത്വം വെള്ളാപ്പള്ളിക്കെതിരെ ഇത്ര ശക്തമായ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി ഇതുപോലുള്ള നിലപാടുകൾ, ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കില്ലായിരുന്നല്ലോ. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ടോം, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മൾ അവരെ ആ വഴിക്ക് അങ്ങ് വിടുക. കാര്യം ഇനി അവരെ തിരുത്താനൊന്നും പറ്റില്ല. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ, ഷംസീറിന്റെ വിഷയത്തിൽ ഒരു പാർട്ടി അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മിണ്ടാതിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നത് മൗഢ്യമാണ്. അങ്ങനെ കരുതുന്നത് അങ്ങനത്തെ മൗഢ്യമാണ്. പിന്നെ തള്ളി പറയേണ്ടുന്ന കാലത്ത് എല്ലാ കാലത്തും തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പ്രസ്താവനയുടെ കാലത്ത് അങ്ങനെ പറഞ്ഞു. ഈ പ്രസ്ഥാനം ഇതിനേക്കാളും വളരെ മോശമായിട്ട് AK ആന്റണി പ്രസ്ഥാനം നടത്തിയിട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രസ്ഥാനം നടത്താത്തത് AK ആന്റണി മോശമാണോ അതിനകത്ത് ഈ പറയുന്നത് പോലെ? അതുപോലെ ഷംസീർ ഈ ഗണപതി മിത്താണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ സംഘപരിവാർ ആളുകളുടെ കൂടെ കൊള്ളൂത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അന്ന് ഷംസീറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തവരാണ് ഇന്ന് ഷംസീറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നിൽ വരുന്നതെന്നുള്ളത് കാണുന്നത് തന്നെ കൗതുകകരമായ കാര്യമാണ്. കാര്യം ഇത് നമ്മളുടെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അതിനെ വലിച്ചു കീറാൻ ശ്രമിക്കുന്ന ആരായാലും ശരി, അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, RSS ആണെങ്കിലും ശരി, അതിന് ഏത് സമുദായ സംഘടനയുടെ നേതാവാണെങ്കിലും ശരി, അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കല്ല, യതിയുടെ ഒരു ഇത് വെച്ചിട്ട് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ, അവരുടെ മാനസിക നില ശരിയാണോ എന്ന് പരിശോധിക്കണം എന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യതി എന്ന് പറയുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മനഃശാസ്ത്രത്തിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. കേരള സമൂഹത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. നിത്യേതന്യ യതി ഫേൺഹില്ലിലെ ഗുരുകുലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ യതി അതിനപ്പുറത്തേക്കൊന്നും എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, കാര്യം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരും. അതിനകത്ത് ഇപ്പം കോൺഗ്രസ് അതിനെതിരെ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ലീഗ് ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ നിലയ്ക്ക് നിർത്തുന്ന സമയത്ത് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മേളിലിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് സർവധർമ്മ ഇത് എന്താണ് അതിന് പറയുന്നത്, സമഭാവനയുടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് കേരളം കണ്ട മഹാഗുരുവായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തിന്റെ ചാർജിലിരിക്കുന്നവർ അതിന്റെ ഔന്നത്യം കാണിക്കണം. ആ ഔന്നത്യം കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ദർശനമുള്ള കേരള സമൂഹത്തോട് ചെയ്യുന്ന, കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റം എന്താണത് ഒരു വൃത്തികേടാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് അത്തരത്തിലുള്ള നമ്മൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത പോലെ നമ്മൾക്കൊരു സന്യാസിയുണ്ട്. ആ സന്യാസി നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ കുറിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പിലേക്ക് തന്നെ കേരളം എങ്ങനെയായിരിക്കണമെന്ന് വിഭാവനം ചെയ്തൊരു മഹാമനീഷി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്ത് കയറിയിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്, അത് ഇതിനു മുമ്പത്തെ ആണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി, അത് അപലപനീയം തന്നെയാണ്. എന്തായാലും അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് അശോക് കുമാർ, ഇപ്പോൾ CPM വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെള്ളാപ്പള്ളിക്കൊപ്പം കൂട്ടുപിടിച്ചവരാണ്, കൈകോർത്ത് നടന്നവരാണ്. അയ്യപ്പ സംഗമത്തിൽ എങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആനയിച്ചു കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ
വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടുവെന്ന ഒരു തിരിച്ചറിവിന്റെ പേരിലുള്ള ഒരു നിലപാട് മാറ്റമായി, CPM നിലപാട് മാറ്റമായി കാണണോ? എന്തായാലും കോൺഗ്രസും, അതായത് UDF ഇപ്പോൾ CPM വെള്ളാപ്പള്ളിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. BJPയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ശ്രീ ടോം, അതായത് കേരളത്തിലെ CPM കേരളത്തിലെ സമുദായ നേതാക്കളോട് സ്വീകരിക്കുന്ന നിലപാട്, അത് രണ്ട് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. ഭൂരിപക്ഷ സമുദായ നേതാക്കളോട് ഒരു നിലപാടും ന്യൂനപക്ഷ സമുദായ നേതാക്കളോട് മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് സമുദായ നേതാക്കളും ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് പോളിറ്റിക്സിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാനുള്ള മാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം CPMന്റെ ഭാഗത്തു നിന്ന് ആധികാരികമായി വെള്ളാപ്പള്ളി നടേശനെ ആദ്യം തള്ളി പറഞ്ഞ ഷംസീറാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള മലബാറിലെ പല പ്രസംഗങ്ങളിലും ഷംസീർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ട് തെറ്റായിപ്പോയി, അദ്ദേഹത്തിന്റെ നിലപാട് തങ്ങളുടെ പരാജയത്തിന് കാരണമായി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷംസീർ വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുപ്പിന് ശേഷം തള്ളി പറഞ്ഞപ്പോൾ അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് തള്ളി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മലബാറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ലീഗാണ് ഷംസീർ എന്ന് പറഞ്ഞതാണല്ലോ കേസ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിനോടുള്ള CPMന്റെ നിലപാട് എന്താണ്? ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഷംസീറിനെ ലീഗ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാണ്. പക്ഷെ ആ ചോദ്യത്തിന് നിങ്ങളാരും ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നില്ല. ലീഗ് ഒരു ന്യൂനപക്ഷ വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഷംസീറിനെ ലീഗ് എന്ന് പറയാൻ പാടില്ല. ഇതാണോ CPMന്റെ നിലപാട്? അതല്ല CPMന്റെ നിലപാട്. CPM ഇലക്ഷന് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു ഭൂരിപക്ഷ സമുദായ നേതാവിന്റെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ അത് അബദ്ധജടിലമാണ്. അങ്ങനെയാണ് സമുദായ നേതാക്കളുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പിനെ അവർക്ക് ദോഷമായി ബാധിച്ചു എങ്കിൽ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട വേറെയും സമുദായ നേതാക്കളുണ്ട്. മലബാറിലെ ധാരാളം സമുദായ നേതാക്കൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും അവസാന നിമിഷം UDFനും മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ നടത്തിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി UDFനോടൊപ്പം നിൽക്കുകയും അതിലൂടെ മികച്ച വിജയം നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പച്ചയായ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സമുദായ നേതാക്കളെ തള്ളി പറയാൻ ഇന്ന് വരെ CPM അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടില്ല. അപ്പൊ വെള്ളാപ്പള്ളി നടേശനെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതിനുശേഷം കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയുകയും അങ്ങനെ അദ്ദേഹത്തെ തള്ളി പറയുന്നതിലൂടെ തങ്ങളിൽ നിന്ന് വിട്ടുപോയ ന്യൂനപക്ഷത്തെ വീണ്ടും തങ്ങളിലേക്ക് അടുപ്പിക്കാം എന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ അത് ആ ഒരു വിചാരം ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയും. അത് ഭൂരിപക്ഷ സമുദായ നേതാക്കളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളിതിനൊന്നുമില്ല. ഞങ്ങൾക്കറിയാം ഭരണത്തിൽ വരുമ്പോൾ ഭരണകക്ഷിയോട് പ്രതിപക്ഷത്തോടൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകക്ഷിയായ ഞങ്ങളോടൊക്കെ സമുദായ നേതാക്കൾ അവർ സ്വീകരിക്കുന്ന നിലപാട്, അവർക്ക് അവരുടെ സമുദായത്തിന്റെ നിലപാടുണ്ടാവും, രാഷ്ട്രീയ നിലപാടുണ്ടാവും. ചില ഘട്ടങ്ങളിൽ ഞങ്ങളെ അവർ പിന്തുണച്ചിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അവരെ തള്ളി പറയാനോ അവരെ അധിക്ഷേപിക്കാനോ അതൊന്നും ഞങ്ങൾ ഭാഗമാക്കല്ലേ. ചില ഘട്ടങ്ങൾ സഹായിക്കും, ചിലപ്പോൾ സഹായിക്കാതിരിക്കും. അതൊക്കെ സമുദായ നേതാക്കൾ, അതായത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നാണോ BJPയുടെ നിലപാട്? അദ്ദേഹം ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാം അഡ്വക്കേറ്റ് അശോക് കുമാർ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ KM ഷാജിയുടെ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് മുൻപ്. അങ്ങനെയാണെങ്കിൽ KM ഷാജിയുടെ നിലപാട് അങ്ങനെ പറയരുത് എന്ന് CPM ആ ഘട്ടത്തിലായിരുന്നു പറയേണ്ടത്. ആ ഘട്ടത്തിൽ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത UDF എന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും നയിക്കുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിനെ ചിലർ വർഗീയമായിട്ട് വ്യാഖ്യാനിക്കും, ചിലർ പറയും അത് ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും അധികാരത്തിൽ വരികയും കോൺഗ്രസിന്റെ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പൂർണ്ണമായ അധികാരം കൈയടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പോകുമ്പോൾ DK ശിവകുമാർ ഉണ്ട്, അല്ലെങ്കിൽ വിജയ് ഉണ്ട്, നമ്മുടെ VD സതീശനുണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രി അല്ലാത്ത ഒരാൾ അതിനൊപ്പം നിൽക്കുന്നു, കുഞ്ഞാലിക്കുട്ടി. ഈ ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടത്. കേരളത്തിൽ എന്താ 2 മുഖ്യമന്ത്രിയുണ്ട്? ഇതൊരു സാമാന്യ യുക്തിയുള്ള ഒരു ചോദ്യമായി കേരളത്തിലെ മലയാളികൾ ചോദിക്കുന്നതാണ്. 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോയത് 2 മുഖ്യമന്ത്രികൾ.
അല്ലെങ്കിൽ അങ്ങനെയാണ് പറയണം. ഉപമുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പോയി, അതിന് തെറ്റില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ കേരളത്തിൽ നിന്ന് 2 മുഖ്യമന്ത്രി പോകുന്നു. ഈ ചോദ്യം ജനങ്ങളുടെ മുന്നിലുണ്ട്, ഇത് ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള LDF അതിന് നേട്ടം കിട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് എടുക്കാമെന്നായിരുന്നു LDFന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ CPM-ന്റെ ഉദ്ദേശം. തീർച്ചയായും എന്തായാലും അതിനുള്ള മറുപടി കോൺഗ്രസ് നൽകേണ്ടതാണ്. രജിനിലേക്ക് വരാം. അതിനു മുൻപ് SNDP യോഗം പീത വിപ്ലവ സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ PS രാജീവ് ചേരുന്നുണ്ട്. ശ്രീ PS രാജീവ്, വെള്ളാപ്പള്ളി നടേശൻ ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള വർഗീയ പ്രസ്താവനകൾ അത് പ്രായത്തിന്റെ പ്രശ്നമെന്നാണ് ഡോക്ടർ ജയരാജിന്റെ വിലയിരുത്തൽ. അങ്ങനെ കണ്ടാൽ മതിയോ? മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ കയറൂരി വിട്ടതിൽ, അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തിയതിൽ, അദ്ദേഹത്തിന് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുത്തതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു പങ്കില്ലേ? PS രാജീവ്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് സംസാരിച്ചത്. എനിക്ക് അവരോട് പറയാനുള്ളത്, രാമായണ മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരുമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഇവിടെ ഈ സംഭവിച്ചത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും സംഭവിച്ചത് തങ്ങൾ കാണിച്ച നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം, തങ്ങൾ കാണിച്ച നിയമവിരുദ്ധത, വെള്ളാപ്പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നിയമവിരുദ്ധത, തങ്ങൾ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കാണിച്ച എല്ലാ ഒത്താശകളുടെയും ഫലം അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഇപ്പോൾ ഇവർ ഈ 3 കക്ഷികളിൽ ആരാണ് കൂടുതൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടി അവൈധ സഹായം ചെയ്തതെന്നതിൽ മാത്രമേ തർക്കമുള്ളൂ. ഞാൻ 3 പേരുടെയും കാര്യത്തിൽ കിടക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടെ വളരെ പറഞ്ഞു. ഇദ്ദേഹം ആരാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് എന്നൊരു ധാരണയാണ് പൊതുവിൽ പരന്നത്. അത് 100% തെറ്റാണ്. SNDP എന്ന് പറഞ്ഞാൽ ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഈ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് 5 വർഷം കൂടുമ്പോഴാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ 2019 ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് 2 കൂട്ടരും നോമിനേഷൻ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് 2 കൂട്ടരിലെയും പാനൽ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ SNDP എന്ന നോൺ ട്രേഡിംഗ് കമ്പനിക്ക് അതിലെ ഭാരവാഹികളായിരിക്കുന്ന വ്യക്തികൾക്ക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും 2 ഡിൻ, ശരിക്കും ശ്രദ്ധിക്കണം, 2 ഡിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എതിർ പാനലുകാർ പറഞ്ഞ് പരാതി കൊടുത്തു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഈ തുഷാറിൻ്റെയും നോമിനേഷൻ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് എന്താ ചെയ്തത്? സാധാരണയിൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് പരിശോധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ ജനാധിപത്യ പ്രക്രിയ വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ എതിർ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റുള്ള പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തത് ആ റിട്ടേണിംഗ് ഓഫീസറെ കൊണ്ട് രാജിവെപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ രാജിവെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അവിടെ ഇരിക്കുന്നത്. എങ്ങനെ വീണ്ടും ഇരിക്കുന്നത്? അങ്ങനെയാണ് ഒരു വ്യക്തി ഒരു സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് വന്ന് ആ തെരഞ്ഞെടുപ്പിൽ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ സാധാരണ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വന്ന് എന്താ ചെയ്യണത്? കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ മറ്റു തരത്തിലുള്ള ആൾക്കാരെ വയ്ക്കും, അല്ലെങ്കിൽ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ SNDPയുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഭാരവാഹി വരുന്നവരെയും തുടരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ അനന്തമായി കഴിയൂല. കാരണം 2019 അവസാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കാലാവധി 2019 അവസാനിച്ചാണ്. ആ 2019 കഴിഞ്ഞ 7 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കെയർ ടേക്കറാണ്. ഈ വിഷയം നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ 3 പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി എന്ന വ്യക്തിക്ക് കേരളത്തിലെ SNDP എന്ന പ്രസ്ഥാനത്തെക്കുറിക്കാൻ അധികാരമില്ലെന്ന് ഞാൻ മുൻകാർക്ക് പറഞ്ഞ് വിശ്വസിക്കൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ SNDP എന്ന പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്ത ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. നോൺ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ആ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് ലാഭകരമായ ബിസിനസ്സുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ കേന്ദ്ര കമ്പനി പ്രകാരം 00995 എന്നാണ്. ആരെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടും കമ്പനിയത്തിൽ. അതിൽ കിടക്കുന്നത് ഡിഫാൾട്ടർ കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി ഇപ്പോഴും ഡിഫാൾട്ടറാണ്. മറ്റാത്ത കേന്ദ്രം. ഇനി സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്ത് ഈ കമ്പനിക്ക് ഇന്ന് വരെ കണക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് അവിഹിതമായി സ്വാധീനിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാസവൻ മന്ത്രി സ്വാധീനിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി 2005 മുതൽ 19 വരെ കണക്ക് ഒറ്റയടിക്ക് കൊടുത്തു.
നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ കമ്പനി നമ്മൾ പഠിച്ച ആൾക്കാരല്ലോ, ഒരു നോൺ ട്രേഡിംഗ് കമ്പനിക്ക് കണക്ക് 3 വർഷത്തിന് ശേഷം കണക്ക് കൊടുത്തില്ലെങ്കിൽ അയോഗ്യരാകും. ആ കേസാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുത്ത് ആ കണക്ക് കൊടുക്കാതെ ഇയാൾ അയോഗ്യരാക്കണമെന്ന കേസിലാണ് ഇപ്പോൾ അയോഗ്യരായ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ SNDP കണക്കില്ല, SNDPക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഇനി അടുത്തത് ഒരു കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൊടുത്തൊരു കേസെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ SNDP എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമപ്രകാരമാണ്. അപ്പോൾ ഒരു രസകരമായ സംഭവമുണ്ട്. കഴിഞ്ഞ 30 വർഷം ഭരിച്ച PS രാജീവ് വെള്ളാപ്പള്ളി എന്തായാലും അതിലേക്ക് വരാം. SNDPയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം ചുമതലയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഈ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പറയുന്ന ഈ പ്രസ്താവനകൾ അത് SNDPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണമാണോ, പ്രസ്താവനയാണോ, ഈഴവ സമുദായത്തിന്റെ ഒരു നിലപാടാണോ? അതാണ് അറിയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് ഈഴവ സമുദായത്തെ പ്രതികരിക്കാൻ സാങ്കേതികമായിട്ടും നിയമപരമായിട്ട് അവകാശങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം, വെള്ളാപ്പള്ളിക്ക് എന്തും പറയാൻ അധികാരമുണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട, നിങ്ങളിവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വെള്ളാപ്പള്ളി ഉദ്ദേശിച്ച പ്രസ്താവനയോട് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി ഒരു പ്രസ്താവനയല്ല, വെള്ളാപ്പള്ളി ചീത്ത വരത്തൊരാൾ പേര് പറയുക കേരളത്തിൽ. വെള്ളാപ്പള്ളി ആദ്യം അധികാര രംഗത്തേക്ക് വന്ന് ആരെ പറയണ്ട, വെള്ളാപ്പള്ളി ആദ്യം വന്നത് രംഗത്ത് വരുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. സോറി, വൈക്കത്ത് ഒരു വരത്ത് ഒരു അവിടെ ഒരു പള്ളിയുടെ സെമിത്തേരിയെ ബന്ധപ്പെട്ട വിഷയമാണ്. അന്ന് അത് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ക്രിസ്ത്യാനികളെയാണ്. അന്ന് മനോരമയുടെ ഏതാണ്ട് 1000കണക്കിന് കോപ്പികൾ നിർത്തലാക്കിയിട്ടുണ്ടാകും ആ സമരവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി വന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയുടെ പ്രസ്താവന എന്തായിരുന്നു? നായാടി മുതൽ നസ്രാണി വരെ പിന്നെ പൊക്കി പറഞ്ഞു. അടുത്ത പിന്നെ പറഞ്ഞെന്താ? പിന്നോക്ക അടുത്തവരുടെ ഈ നസ്രാണി ബന്ധം കഴിഞ്ഞ് പിന്നെ പോയി എവിടെ പോയത്? അദ്ദേഹം പോയത് പിന്നോക്ക ഐക്യമെന്ന് പറഞ്ഞു. അന്ന് ഈ മദനി അടക്കമുള്ള കേരളത്തിലെ ഇവരെല്ലാവരും നമ്മൾ സൂചിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളും മതവർഗീയവാദികളും ചേർന്നുകൊണ്ട് ന്യൂനപക്ഷ കമ്മിറ്റി പോയി. അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതും തള്ളിക്കഴിഞ്ഞു. പിന്നെ അത് മാറിയിട്ട് എന്ത് ചെയ്തു? പിന്നെ അദ്ദേഹം എന്ത് ചെയ്താണ്? പിന്നെ എന്താ വെച്ചാൽ അതായത് നായർ ഈഴവ ഐക്യം ഉണ്ടാക്കി. ഇതെല്ലാം തള്ളിക്കളാം. അടുത്തവരുടെ എന്താണ്? നായർ ഈഴവ കഴക്കം, അതായത് പണിക്കര് ചേട്ടൻ ഞാനും ബായിബ്രം ഉണ്ടാക്കി. അത് തള്ളി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പോയത്? പിന്നെ പോയി എന്താണ് പോയത്? 2018 അത് പിന്നീട് എന്താണ്? നായരീഴൊക്കെ കഴിച്ചപ്പോൾ പിന്നെ നായാടി മുതൽ നമ്പൂരി വരെയാക്കി. അതായത് BJPയുടെ നയപരിപാടിയായ നായാടി മുതൽ നമ്പൂരി വരെ എന്ന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് BDS ഒരു പാർട്ടി ഉണ്ടാക്കി. ആ BDS പാർട്ടിയിൽ ഞാനും അതൊക്കെ അന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ പിന്നോക്കക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നൊരു പ്രസ്ഥാനം വന്നിട്ട് വളരെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ എന്ത് പറ്റി? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു. ഞാനും ആലപ്പുഴയുള്ള യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആലപ്പുഴ വന്നപ്പോൾ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ കണ്ട ആ കക്ഷി എന്ത് 2018 എന്ത് ചെയ്തു? ആ BDSനെ കളിയാക്കി, അല്ലെങ്കിൽ SNDP ഈ BJP തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞെന്താ? അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വന്നപ്പോൾ എന്താ ചെയ്തു? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി മതിൽ കെട്ടാൻ പോയി, വെള്ളാപ്പള്ളിയും ഭാര്യയും മതിൽ കെട്ടാൻ പോയി. അതുകൂടി NDA ബന്ധം തകർന്നു. അങ്ങനെ പിന്നെ എന്താ അന്ന് കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് കാരണങ്ങൾ പറയും. 2018 ആണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഈ VS അച്യുതാനന്ദൻ കൊടുത്ത കേസ്. VS അച്യുതാനന്ദൻ 2016 കൊടുത്തെങ്കിൽ 2017 എൻ്റെ രേഖയുണ്ട്. 2018 13 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി, ഒരു SIT രൂപീകരിച്ചു. ഒരു SP ശ്രീ ശശിധരൻ, അന്നത്തെ ഒരു ഇപ്പോഴത്തെ ശശിധരൻ SP, 2 DYSPമാരും 10 SIമാരും അടങ്ങുന്ന ഒരു സമിതി 2018 രൂപീകരിച്ചു. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫണ്ട് തട്ടിപ്പിന് വേണ്ടിയിട്ട് 124 കേസുകളെന്ന് FIR ഇട്ടു. പ്രിയമുള്ളവരെ, വെള്ളാപ്പള്ളിക്കുള്ള ഈ കേസുകൾ ഈ നിമിഷം വരെയും ഒരു കേസുകൾ പോലും ചാർജ് ചെയ്യപ്പെട്ടില്ല. ഇതിന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവർക്കും പങ്കില്ലേ? പിണറായി വിജയന് പങ്കില്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും പങ്കില്ലേ? കോൺഗ്രസിന് പങ്കില്ലേ? ഇപ്പോൾ അവസാനം എന്തായെത്തി? അവസാനം ഈ നിൽക്കുന്നത് ഇപ്പോൾ തീർച്ചയായും അന്നത്തെ ആ കേസുകളടക്കം ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്ന UDF ഗവൺമെന്റ് വീണ്ടും വിശദമായി അന്വേഷിക്കുമോ, കുത്തിപ്പൊക്കുമോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം ശ്രീ രജിനസ് ഉണ്ണിത്താൻ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് PS രാജീവ്. മാത്രമല്ല ഈ സമീപകാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ചില വിവാദ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് 2025 ഏപ്രിലാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് 2040 കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്നും വെള്ളാപ്പള്ളി ഒരു പരാമർശം നടത്തുകയുണ്ടായി. സർക്കാരിന് തീരുമാനമെടുക്കാൻ മലപ്പുറത്തോട് ചോദിക്കണമെന്നും വെള്ളാപ്പള്ളി പറയുന്ന അത്രയ്ക്കും വർഗീയത പടർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് തുടർച്ചയായി വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ BJPയുടെ പ്രതിനിധി ശ്രീ അശോക് കുമാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏത് സർക്കാർ വന്നാലും അത് മലപ്പുറത്ത് ജില്ല അല്ലെങ്കിൽ പ്രദേശം കേന്ദ്രീകരിച്ച് പറയേണ്ടതില്ല. പക്ഷേ ഒരു വിഭാഗത്തോട് അവരുടെ
അത് സ്കൂളിൽ സമയമാറ്റമായിക്കോട്ടെ, അതല്ലെങ്കിൽ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അതൊരു പരിധിവരെയും വസ്തുതയല്ല. ഇപ്പോഴും UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്. അക്കാര്യങ്ങൾ പരസ്യമായി വെള്ളാപ്പള്ളി പറയുമ്പോൾ അദ്ദേഹം വർഗീയവാദിയാകുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വർഗീയ പ്രസ്താവനയാകുന്നു. അതല്ലേ വസ്തുത. നോക്കൂ ടോം കുര്യാക്കോസ്, കോൺഗ്രസിനെ അധികാരത്തിൽ അല്ലെ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള പല പ്രസ്താവനകളുമായി ഇവിടുത്തെ ഈ CPM-ഉം ഈ പറയുന്ന BJP-യും ഒക്കെ പല പ്രസ്താവനകളുമായി ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട നാണയത്തിൽ തിരിച്ചടി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, അതിപ്പം ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാവട്ടെ, അവരെല്ലാവരും ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു വിജയം UDFന് കേരളത്തിൽ ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗവൺമെന്റ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും വിമർശിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഇങ്ങനെയുള്ള കുറെ തുറപ്പുചീട്ടുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് UDFന്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ്, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഭരണത്തിൽ അവരിടപെടുന്നതും അല്ലെ കോൺഗ്രസ് ഇടപെടുന്നതും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് UDF തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി VD സുധീഷിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള തീരുമാനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ രീതിയിലുള്ള യാതൊരു നീക്കുപോക്കുകളും അല്ലെങ്കിൽ പ്രയോറിറ്റി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. ഇതൊക്കെ ആരോപണങ്ങളായി ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ എക്കാലവും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് ഇത്രയും വലിയ വിജയം ഉണ്ടാകുന്നത്, UDFന് ഇത്രയും വലിയ വിജയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇരിക്കുന്ന കസേരയാണ് നമ്മൾ നോക്കേണ്ടത്. ശ്രീനാരായണ, ഞാൻ പറഞ്ഞില്ല, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, അത് ശിവഗിരി മഠം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള സംഭാവനകളാണ് കേരളത്തിൽ നൽകിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവനയാണ് നമ്മൾ എതിർക്കുന്നത്. ഒരിക്കലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയോ ഒന്നുമല്ല എതിർക്കുന്നത്. മറിച്ച് അങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തേണ്ട ആവശ്യകത ആ പ്രസ്ഥാനത്തിന്റെ കസേര ഇരുന്നുകൊണ്ട് ഒരാൾ നടത്തുമ്പോൾ അതിനെ നമ്മൾ എതിർത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഏത് സമുദായ സംഘടനകളായിക്കോട്ടെ, ഏത് മതസംഘടനകളായിക്കോട്ടെ, അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അവരെല്ലാം ഒരേ നാണയത്തിൽ തന്നെ കാണുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ സർക്കാരും പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് മറ്റ് സമുദായ സംഘടനകളെ എല്ലാം തള്ളിപ്പറയുകയും അല്ലെങ്കിൽ ജാതി സംഘടനകളെ തള്ളിപ്പറയുകയും എന്നുള്ളതല്ല, മറിച്ച് ഈ പറയുന്ന സംഘടനകൾക്കെല്ലാം അതിൻ്റെതായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. പണ്ട് മുതലേ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങനെയാണ്. ഇപ്പോഴും ആ സമീപനത്തിൽ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പൊ CPM-നെ സംബന്ധിച്ച് എന്താണ് അവരുമായി ബന്ധപ്പെട്ട് നടന്നത്? പണ്ട് നടത്തുന്ന പ്രസ്താവനകൾക്കെല്ലാം കൈയടിച്ച് കൂടെ നിന്നവർ പിന്നീട് ഇപ്പൊ വന്നപ്പോഴാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകൾ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. ഒരുപക്ഷെ ഭരണം ഇരുന്നപ്പോൾ തന്നെ ഈ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക്, ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളൊന്നും അല്ലെങ്കിൽ അവർക്ക് ഇന്ന് ഈ പറയുന്ന രീതിയിലേക്കുള്ള മലക്കം മറിച്ചിലൊന്നും നടത്തേണ്ട ആവശ്യകത ഇന്ന് കേരളത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു. CPM ഇപ്പോഴും CPM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിണറായിസത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറി എന്നുള്ളതാണ്. സമീപകാലത്ത് ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഈ CPM ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം പിണറായി എന്ത് പറയുന്നോ അതിനു മുമ്പ് ഓതമ്പ്ര എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് ആ പാർട്ടി സംവിധാനം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പൊ തന്നെ ഇപ്പൊ ED-യുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മലക്കം മറിക്കലാണ് ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ബാധ ഒഴിഞ്ഞു പോകാത്ത രീതിയിൽ കഴിഞ്ഞ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ ഇന്നും നിൽക്കുമ്പോഴാണ് വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനെ വീണ്ടും അവതരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതും. അദ്ദേഹം കാരണമാണ് തോറ്റതെന്ന് പല ബ്രാഞ്ച് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടും അതൊന്നും മാനിക്കാതെ വീണ്ടും പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുവാൻ വേണ്ടി കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ. ആ രീതിയിലേക്ക് പിണറായിയുടെ മുന്നിൽ അടിവരവ് പറഞ്ഞ രീതിയിലേക്ക് കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഐഡിയോളജി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവർക്ക് അവരുടെ പ്രതിബദ്ധത നഷ്ടപ്പെട്ടു. കേരളത്തിലെ CPM-ന്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. ഓരോ പ്രസ്താവനകളും അവർക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്നലെ വരെ സംരക്ഷിച്ചു പോകുന്നവരെ നാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് CPM മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. അങ്ങനെ ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിലെ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ബാക്കി എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞല്ലോ, ഏത് മതസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത്
തന്നെയുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുന്ന മതസംഘടനകളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അങ്ങനെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത് പണ്ട് മുതലേ ഞങ്ങൾ എടുക്കുന്ന സമീപനമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. എന്ന് വെച്ച് മതസംഘടനകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ജാതി സംഘടനകൾക്കെതിരെയുള്ള ഒരു ശീതസമരമോ അവർക്കെതിരെയുള്ള വലിയ പ്രസ്താവനയോ വലിയ കൂടെ കൂട്ടുന്നത് അപകടകരമെന്നാണോ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ? മാത്രമല്ല, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ മന്ത്രി ബിന്ദു കൃഷ്ണ ചുമതലയേറ്റ ശേഷം വെള്ളാപ്പള്ളിയുടെ ആശീർവാദം വാങ്ങാൻ പോയി. അതിനോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് കൂടി അറിയണം. അതായത് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരെയൊക്കെ നിങ്ങൾ എതിർക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളിയുടെ ആശീർവാദം വാങ്ങുന്നത് തെറ്റില്ലെന്നാണോ പറയുന്നത്? ഇല്ല ടോം, ഇതിനകത്ത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് കുമാരനാശാൻ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇന്ന് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അത്രത്തോളം പ്രാധാന്യമുള്ള കസേരയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ കസേരയ്ക്കുള്ള ഒരു മാഹാത്മ്യം എന്ന് പറയുന്നത്. കാരണം ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ പ്രാധാന്യം എന്തായാലും ഈ പറയുന്ന ആളുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിലെ സാധാരണക്കാരായാലും രാഷ്ട്രീയക്കാരായാലും. പക്ഷെ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പുറപ്പെടുവിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, അതിനെയാണ് നമ്മൾ എപ്പോഴും എതിർക്കുന്നത്. ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അങ്ങനെ മന്ത്രിമാർ പോയി കണ്ടു എന്നുള്ളതിൽ കോൺഗ്രസിന്റെ അസംതൃപ്തി അതായത് പാർട്ടി ഫോറങ്ങളിൽ അല്ലെങ്കിൽ അതായത് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയിക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നതുമുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന മതസംഘടനകളെ ഡോക്ടർ ജയരാജ്, ഈ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ കീഴിൽ, പ്രത്യേകിച്ചും SNDPയുടെ കീഴിലുള്ള വോട്ട് നമുക്കറിയാം, അത് കേരളത്തിലെ നിർണായക ശക്തിയാണ് ഈഴവ സമുദായം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ CPMന് കഴിയുമോ? അതല്ലെങ്കിൽ ഇനി ഒരു ന്യൂനപക്ഷ പ്രീണനം അത് പണ്ട് ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം ന്യൂനപക്ഷ പ്രീണനം കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാഷ്ട്രീയ നേട്ടം കൊയ്തിട്ടുണ്ട് ഇടതുപക്ഷം. അങ്ങനെ ഒരു നിലപാട് മാറ്റം വെള്ളാപ്പള്ളിയെ ഇപ്പോൾ തള്ളിയതിന് പിന്നിലുണ്ടോ ഡോക്ടർ ജയരാജ്? ഇതിനകത്ത് നിലപാട് മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് ഇടപെടേണ്ടുന്ന സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായിട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ED കാര്യം പറഞ്ഞല്ലോ, അത് രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും വന്നാൽ ED ചീത്തയെന്നും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ EDയെ ഏറ്റവും മഹാകാര്യമെന്നും പറയുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള RSS പോലുള്ള വർഗീയ സംഘടനകളുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് കോലീബി സഖ്യം എന്നൊക്കെ മുമ്പ് വിളിക്കുന്നതിന്റെ ഒരു സഖ്യത്തിൽ കൈകോർത്തുകൊണ്ടാണ്, ഇത്തരം വർഗീയ കക്ഷികളുമായി കരം കോർത്തുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് അത്തരം വർഗീയ കക്ഷികൾക്കെതിരെ ഒന്നും പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് PSC ചെയർമാൻ, ഇപ്പൊ കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഇന്ന് ഗവർണർ വിളിച്ചു വരുത്തിയത് ആരെയാണ്? വിളിച്ചു വരുത്തിയത് PSC ചെയർമാനാണ്. അവർ 2 ദിവസം മുമ്പ് പോലീസ് ചീഫിനെ വിളിച്ചു വരുത്തി, ഉദ്യോഗസ്ഥരെ വിളിച്ച് അവരെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഭരണത്തിൽ നേരിട്ടുള്ള യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കൈകടത്തലാണ്. ഔപചാരിക സ്ഥാനം മാത്രമുള്ള ഒരു ഗവർണർ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഔപചാരിക സ്ഥാനം മാത്രമുള്ള ഗവർണറിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസ് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാത്തതുകൊണ്ടും ശക്തമായി അതിനെതിരെ ഇടപെടൽ നടത്താത്തതുകൊണ്ടും ഗവർണർക്കെതിരെ ഒരു പ്രസ്താവന പോലും കേന്ദ്രവുമായി ഞങ്ങൾ നേരിട്ട് ഫൈറ്റിനില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. കേന്ദ്രവുമായി ഒരു ഫൈറ്റിന് ഞങ്ങൾക്കില്ല. വെള്ളാപ്പള്ളിയായിട്ട് ഞങ്ങളൊരു ഫൈറ്റിന് ഞങ്ങളില്ല. വെള്ളാപ്പള്ളിയെ ഞങ്ങൾ പോയി കാണും, അനുഗ്രഹം മേടിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലെന്ന് വരും. ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളുടെ ആളുകളും ഇലക്ഷൻ സമയത്ത് അപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആരാണ് ഇവിടെ? ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഇവിടെ കോൺഗ്രസ് ആണ്. പിന്നെ ഇതിനകത്തുനിന്ന് മുതലെടുക്കാനായിട്ട് മാക്സിമം ഇതിനകത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിലുള്ള നമ്മുടെ സെക്യുലർ ഫാബ്രിക് എങ്ങനെയെങ്കിലും വലിച്ചു കീറി നശിപ്പിക്കുക, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർക്കുക. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ വന്ദേ മാതരം വിവാദം എന്തിനാണ് എടുത്തിട്ടത്? ഇപ്പോൾ ഒരു കാര്യമില്ലാതെ വിവാദം ഉണ്ടാക്കിയത്. അതിനകത്തുനിന്ന് എന്തെങ്കിലും വർഗീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ കണക്കോലെ ഇത്തരം ചോരകുടിയന്മാരായ
ചെന്നാക്കൾ കേരള സമൂഹത്തിൽ നിരന്തരം പോറലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരാണല്ലോ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയ്ക്കെതിരെയായിട്ട് പ്രവർത്തനം നടത്തിയത്, മലപ്പുറം ജില്ല വരാൻ പാടില്ലെന്ന് പ്രവർത്തനം നടത്തിയത്. അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുൻകാലങ്ങളിലെ പ്രസ്ഥാനങ്ങൾ എടുത്തു പറയരുത്. ഇപ്പോൾ ഈ സഖ്യത്തിന്റെ പുറത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന ലീഗ്, ആ ലീഗിനെയാണ് കോൺഗ്രസ് കൂടെ കൂട്ടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ BJPയുമായിട്ട് കൃത്യമായിട്ട് ചില മണ്ഡലങ്ങളിലൊക്കെ നീക്കുപോക്കുകൾ നടത്തി. ഇതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും കുറെ നാളുകളായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേരളത്തിൽ പിണറായി അദ്ദേഹം പറഞ്ഞ കാര്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം, കോൺഗ്രസിന്റെ അദ്ദേഹം പറഞ്ഞ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതാണ്. നിങ്ങൾ പറയുന്നു വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒരേ നിലപാട്, ഭൂരിപക്ഷ വിഭാഗത്തോട് ഒരു നിലപാടും ന്യൂനപക്ഷ സമുദായങ്ങളോട് മറ്റൊരു നിലപാടും. അവിടെ ഈ ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത്ര ഗൗരവത്തോടെ കാണാത്തത്? മാത്രമല്ല, ഞാൻ ഒരു സമുദായ നേതാവിന്റെയും ഒരു സമുദായങ്ങളുടെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ, ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുടെ അരമനകളും സമുദായ കേന്ദ്രങ്ങളിലുമൊക്കെ തുടർച്ചയായി കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ്? ഇതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ? ഇതേ നിലപാട് തന്നെ, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത്? രജിൻ, നോക്കൂ ടോം കുര്യാക്കോസ്, ഇതിനകത്ത് ഒരു സമുദായ സംഘടനകൾക്കും എതിരല്ല ഞാൻ ആദ്യം മുതൽ പറയുന്നത്. കോൺഗ്രസും അല്ലെങ്കിൽ സർക്കാരും, അതുമായി സർക്കാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന എല്ലാ സമുദായത്തിന്റെയും കൂടെ ആണ്, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏത് സമുദായപരമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചും അവിടെ പോകുവാൻ അദ്ദേഹം തയ്യാറാണ്, അദ്ദേഹം പോവുകയും ചെയ്യും. അത് നാളെയും തുടർന്നുകൊണ്ടിരിക്കും, കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒന്ന്. രണ്ട്, ഈ ജയരാജ് ഇവിടെ വളരെ വിശദമായി തന്നെ എന്തോ വലിയ കോലീബി സഖ്യത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ സാർ, നിങ്ങൾ പറഞ്ഞപ്പോ ഒരു സമയത്ത് പോയി ഞാൻ ഇടപെട്ടില്ല, ആ മര്യാദ കാണിക്കണം. അപ്പോ കൊലീബി സഖ്യത്തിന്റെ CJP സഖ്യം ഉണ്ടാക്കി ഇവിടെ BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കിയതാരാണ്? നിങ്ങളല്ലേ? നിങ്ങൾ EDയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ EDയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുമായി സഹകരിച്ചു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു പോകാം. EDയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ, അല്ലെങ്കിൽ ED എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തുറുപ്പ് ചീട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, സോണിയാഗാന്ധി ഉൾപ്പെടെ, DK ശിവകുമാർ ഉൾപ്പെടെ, ചിദംബരം ഉൾപ്പെടെ, കാർത്തി ചിദംബരം ഉൾപ്പെടെ ഉള്ളവർക്ക് നേരെ ED ഉണ്ടാക്കിയ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നിൽക്കുകയാണ്. അതിനെല്ലാം നേരിട്ടവരാണ് കോൺഗ്രസ്. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ മെറിറ്റ്. ആ മെറിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഈ CMRL കമ്പനി ഈ എക്സാലോജിക്കിന് എന്ത് സേവനത്തിന്റെ പേരിലാണ് കാശ് കൊടുത്തത്? 2.78 കോടി രൂപ എന്ത് സേവനത്തിന്റെ പേരിലാണ് എന്ന് ജയരാജ് ഈ ചാനൽ ഫോളോ എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പറയുന്നു, താങ്കൾ പറയുന്ന പോലെ EDയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം. പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞുതരാം. അതെ, താങ്കൾ പറഞ്ഞു. സോഫ്റ്റ്വെയർ കമ്പനി വേറൊരു കമ്പനിയുമായി ചേർന്ന് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടാണ്. എന്ത് സേവനമാണ്? CMRLന്റെ കരിമൽ കർത്ത 2024 ഏപ്രിൽ 18 പറഞ്ഞതാണ്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സേവനവും തന്നിട്ടില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ എന്ത് സേവനമാണ് കൊടുത്തത്? പറഞ്ഞുതരാം. EDയുടെ സെലക്ടീവ് ലീക്കേജും EDയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്പകഷ്ണങ്ങളും വായിച്ചുകൊണ്ട്. അല്ല സാർ, അങ്ങനെ പറഞ്ഞു പോലെ ഞാൻ ചോദിക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് താങ്കൾ ഒറ്റ ആൻസർ എന്നാ മതി. എന്ത് സേവനമാണ് കരിമല കർത്തയുമായി ബന്ധപ്പെട്ട CMRL എന്ന കമ്പനിക്ക് എക്സാലോജിക് കമ്പനി കൊടുത്ത സേവനം? അത് മാത്രം പറഞ്ഞാൽ മതി. പരിപൂർണമായി നിങ്ങൾ പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള EDയുടെ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്നുമില്ല. നിങ്ങൾ കാണിച്ച നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന സേവനങ്ങൾ ഉണ്ടായേക്കാണ്. കാരണം പൊല്യൂഷൻ വകുപ്പ്, ഈ പല പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ പിണറായി വിജയന്റെ ആയിരുന്നല്ലോ ആ വകുപ്പ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സേവനം കൊടുത്തതിന്റെ ഫലമായിട്ടായിരിക്കും ഈ വീണ വിജയന്റെ കമ്പനിക്ക് ഇതുപോലെ പൈസ കൊടുത്തത്. അങ്ങനെയാണ് നാഷണൽ ഹെറാൾഡ് കേസിന്റെ കാര്യം പറയേണ്ടി വരും. അല്ല, താങ്കൾ ഇത് മാത്രം പറയൂ. താങ്കൾ പറയൂ, എന്ത് സേവനമാണ്? താങ്കൾ ഇപ്പോഴും അതിൽ പറയുന്നില്ലല്ലോ. സോഫ്റ്റ്വെയർ കമ്പനി എന്ത് സേവനമാണ് കരിമണൽ കമ്പനിക്ക് കൊടുത്തത്? അല്ല, അത് ശരിയല്ല സാർ, ഈ പറയുന്നത് ശരിയല്ല. താങ്കളോട് ഒറ്റ ചോദ്യത്തിന് പറയുന്നത്, താങ്കൾ അതിനകത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്, നിങ്ങൾ ഈ പറയുന്ന തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ വൈകാരികപരമായ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഈ പറയുന്ന BJPയുമായി ബന്ധപ്പെട്ടിട്ട്
അവിടെ സുരേഷ് ഗോപി എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഈ പറയുന്ന നിങ്ങളുടെ സുനിൽകുമാർ LDF-ഉമായി ബന്ധപ്പെട്ട് CPI-യുമായി ബന്ധപ്പെട്ട് സുനിൽകുമാറും രാജമന്ത്രിയും ഒക്കെ ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന നിങ്ങളുടെ MR അജിത് കുമാർ ഫോൺ എടുക്കാതെ അവിടുത്തെ മടൽത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ഭക്തസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൃശ്ശൂർ പൂരം പരക്കിയ ആ ഒരു ചരിത്രമുണ്ടല്ലോ, ഒരു അലയൻസ് ചരിത്രം, അത് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ കിടക്കുക. സാംസ്കാരിക കേരളത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന പിണറായി വിജയൻ എപ്പോഴാണ് കേരള സംസ്ഥാനം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി മോദി എന്ന് പറയുന്ന ഒരു അക്ഷരം, ഈ 2 വാക്ക് സംസാരിച്ചത് എവിടെയാണ്? അദ്ദേഹം പോയി എവിടെയെങ്കിലും സംസാരിച്ചോ? ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് നിങ്ങൾ എപ്പോഴും വഴങ്ങി കൊടുത്തൊരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചിരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. അതിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം എന്തായിരുന്നു എന്ന് ഈ പറയുന്ന വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ED-യുടെ നോട്ടീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് കോൺഗ്രസിനടുത്തേക്ക് ഈ പറയുന്ന നടത്തിയില്ലേ? ആങ്കർ ദയവ് ശ്രദ്ധിക്കണം, ഈ ചർച്ചയുടെ ലക്ഷ്യം മാറിക്കൊണ്ട് വരിക. ഇത് പറയാനാണോ ചർച്ച? ഈ ചർച്ചയുടെ വിഷയമാണോ വെള്ളാപ്പള്ളി എന്ന വിപത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി എന്ന മാരകമായ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും തമ്മിലടിക്കാൻ ഇവരൊരു ബോധപൂർവ്വം ഒരു ഒത്തുകളിയാണ്. കുമാർ ഇവിടെ അതാണ് അഡ്വക്കേറ്റ് അശോക് കുമാർ ഇവിടെ ബോധപൂർവ്വം വിഷയത്തെ വഴിതിരിക്കുക. ഇടത് സഹയാത്രികനായി പറയുന്നത് അങ്ങനെയൊക്കെ വരാം. PS രാജീവ്, അഡ്വക്കേറ്റ് അശോക് കുമാർ, BJP ഇവിടുത്തെ സമുദായങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, PC ജോർജിന്റെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നു. അത് ഇവിടുത്തെ സമുദായങ്ങളുടെ ശബ്ദമായി നിങ്ങൾ കാണുന്നു. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി ഇതേ രീതിയിൽ വർഗീയത ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് BJP അവർക്ക് പിന്തുണ കിട്ടും. അതായത് CPM-ഉം കോൺഗ്രസും കൈ ഒഴിഞ്ഞു കഴിഞ്ഞാലും തന്നെ സംരക്ഷിക്കാൻ BJP ഉണ്ട്, അല്ലെങ്കിൽ NDA മുന്നണി ഉണ്ട് എന്നൊരു ആത്മവിശ്വാസമാണോ ഇങ്ങനെയൊക്കെ പറയാൻ തുടർച്ചയായി വർഗീയത പറയുന്നതിൽ വെള്ളാപ്പള്ളിക്കൊരു പ്രചോദനമാകുന്നത്? ശ്രീ ടോം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ കേരള സംസ്ഥാനത്ത് മുൻകാലത്ത് ഇല്ലാത്ത തരത്തിൽ ഒരുപാട് വികസന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചർച്ചയാക്കാതെ ഈ അജണ്ട, അതായത് സാമുദായിക അജണ്ടയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോയത് ശ്രീ KM ഷാജിയാണ്. അദ്ദേഹമാണ് അത് ആദ്യം പറയുന്നത്. മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ 10 വർഷക്കാലം നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു പിടിച്ച് സമുദായത്തിനിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കുന്നത്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പരസ്യമായി പറഞ്ഞു. അതിന്റെ പ്രതികരണം നടത്തിയിട്ടുള്ള ഭൂരിപക്ഷ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുമ്പോൾ KM ഷാജിയെയും വെള്ളാപ്പള്ളി നടേശനെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് വിമർശിക്കുക. അത് പ്രത്യക്ഷത്തിൽ വാക്പോരുകൾ നടന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങളുടെ ഫയലുകളിലെല്ലാം ഉണ്ട്. ഈ 2 ആളുകൾ, ഒന്ന് ലീഗിന്റെ ഭാഗത്തുനിന്ന് KM ഷാജി, അപ്പുറത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അവർ നടത്തിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോര് കേരള സമൂഹത്തിൽ വർഗീയത അല്ലെങ്കിൽ സാമുദായിക രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ മതരാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന ചർച്ച വന്നു. KM ഷാജിയുടെ ആ പ്രസ്താവനയിലൂടെ KM ഷാജിക്ക് നേടാൻ കഴിഞ്ഞത്, അതായത് ജമാഅത്ത് ഇസ്ലാമി മുതൽ അല്ലെങ്കിൽ SDPI വിവിധ സാമുദായിക മൈനോറിറ്റി സംഘടനകളെ മുഴുവൻ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടാനും KM ഷാജിക്ക് സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇനി അത് പോട്ടെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്കൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായ നേതാക്കളെ പോയി കണ്ടു. സന്തോഷം, നല്ല കാര്യം. പെരുന്നാളിന്റെ ദിവസം അദ്ദേഹം മലപ്പുറത്തെത്തി പാണക്കാട് തങ്ങളുമായി ഒന്നിച്ചിരുന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചു. അതും നല്ലത്, നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ വരാൻ പോകുന്നത് തിരുവോണം വരാൻ പോവുകയാണ്, ഓണം വരാൻ പോവുകയാണ്. ഈ ഓണക്കാലത്ത് ഈ സാമുദായിക സംഘടനാ നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകൾ, സുകുമാരൻ നായർ ഉണ്ടാവാം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാവാം, ഭൂരിപക്ഷ സമുദായ നേതാക്കളുടെ അടുത്ത് പോയിട്ട് ഇതേ നിലപാട് സ്വീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതായത് സമുദായ നേതാക്കളോട് എടുക്കുന്ന നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ട്, അതാണ് ചോദ്യം, അതാണ് പ്രശ്നം. ആ പ്രശ്നം ലീഗിനെതിരെ പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരായിട്ടുള്ള ആളാണ്, അദ്ദേഹം എഴുത്തുകാരനൊന്നുമല്ല, അദ്ദേഹം തുറന്ന് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ലീഗിനെതിരെ പറയുമ്പോൾ മലപ്പുറം ലീഗിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട് മലപ്പുറത്തെ കൂടി പറയുന്നു. അദ്ദേഹം മലപ്പുറത്തെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു എന്ന അർത്ഥത്തിലെടുത്താൽ ഈ പ്രശ്നം തീരുന്നതാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇന്നലെ വരെ
എല്ലാ ആളുകളും അകറ്റി നിർത്തിയിരുന്ന എന്ന് പറയാൻ പറ്റില്ല. കാരണം 10-20 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്നു. അവർ ഇടതുപക്ഷത്തിൽ നിന്ന് UDF-ലേക്ക് മാറിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ LDF, CPM പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞു. അവർ മത തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞു. ഇത് നേരത്തെ തിരിച്ചറിവുണ്ടായില്ല. അതേ സമയത്തൊക്കെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ അവർ വലിയ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവന്നു. ആയിക്കോട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം അങ്ങനെയുള്ളൊരു തങ്ങൾ കാലിൽ കയറ്റി കൊണ്ടു നടന്ന സമുദായ നേതാവിനെ തള്ളിപ്പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഒരുപാട് നോക്കും. ഞങ്ങളൊക്കെ 2 സീറ്റിൽ നിന്നാണ് ഈ രാജ്യം 12 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. ആ ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നിലപാട് മാറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുക. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും BJPക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇതിനു മുൻപ് BDS എന്നൊരു സംവിധാനം SNDP കീഴിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്ത വ്യക്തിയാണ്, BJPയെ വിമർശിക്കുകയും ചെയ്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും BJPക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് ഈഴവ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഈഴവ സമുദായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയുള്ള ആളുകളുണ്ട്. BJPയുടെ നിലപാടിനോട് അനുകൂലമായുള്ള പ്രശ്നങ്ങളിൽ BJPയോടൊപ്പം നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിനോട് കൊടുക്കേണ്ട പ്രാധാന്യവും അതിനോട് എടുക്കേണ്ട നിലപാടുകളും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമുദായത്തിന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായും അല്ലെങ്കിൽ മാറി വരുന്ന പാർട്ടിയുമായും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒക്കെ ഒരു സമുദായം എന്ന നിലയിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടി വരും. അദ്ദേഹത്തെ പൂർണ്ണമായി BJPയുടെ നേതാവാക്കി എടുക്കാനല്ലല്ലോ. അദ്ദേഹം സമുദായ നേതാവാണ്. ആ സമുദായ നേതാവ് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോഴും പ്രതികൂലമായ നിലപാടെടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഈ സമുദായ നേതാക്കളോടൊക്കെ ഉള്ള നിലപാട് ഒരേ നിലപാടാണ്. അത് ഈ കേരള സമൂഹത്തിന്റെ ഒരു മൊത്തം ആളുകളോട് ഒരേ നിലപാട് സ്വീകരിക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസും CPM-ഉം ഭൂരിപക്ഷ സമുദായ നേതാക്കളോട് എടുക്കുന്ന അതേ നിലപാടല്ല ന്യൂനപക്ഷ സമുദായ നേതാക്കളോട് എടുക്കുന്നത്. ന്യൂനപക്ഷ സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും ഭൂരിപക്ഷ നേതാക്കളെ തള്ളിക്കളയുകയും ചെയ്തു. അവരുടെ കയ്യിൽ സംഘടിത വോട്ട് ബാങ്ക് ഇല്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഭൂരിപക്ഷ സമുദായ നേതാക്കളുടെ കയ്യിൽ സംഘടിതമായ വോട്ടില്ല. അതിനേക്കാൾ കൂടുതൽ സംഘടിതമായ വോട്ടുള്ളത് ന്യൂനപക്ഷ സമുദായ നേതാക്കളുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരെ തള്ളി പറയാൻ തങ്ങൾ തയ്യാറല്ല. ഈ നിലപാട് ശരിയല്ല. എല്ലാ സമുദായ നേതാക്കളോടും തുല്യമായ നിലപാടെടുക്കുക, അവരുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുക. അവർ വിമർശിക്കുമ്പോൾ അവർക്ക് വിമർശിക്കാനുള്ള അധികാരമില്ല. പുകഴ്ത്തുപാട്ടുകൾ പാടുവാൻ വേണ്ടി വ്യക്തമാണ്. ശ്രീ PS രാജീവ്, വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ ശബ്ദമെന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് അശോക് കുമാർ പറയുന്നത്. അങ്ങനെ ഈഴവ സമുദായത്തിന്റെ ഒരു ശബ്ദമാണോ? മാത്രമല്ല BJP അദ്ദേഹത്തിന് കൊടുത്ത് ആദരിച്ചതാണ്. അത് ഇവിടെ ഈ ചർച്ചയിൽ എന്ത് ഈഴവ സമുദായത്തിന്റെ അതായത് ഞാനൊരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഈഴവ സമുദായത്തിന്റെ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ഞാൻ കണ്ടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ ആരുമല്ല ഞാൻ കണ്ടിച്ചല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളാരും കേട്ടില്ല. രണ്ടാമത്തെ വിഷയം, എനിക്കൊരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ചർച്ചയിൽ. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അദ്ദേഹം സമൂഹത്തിന് അഴിമതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ എവിടെയെങ്കിലും ചർച്ച ചെയ്തു? വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായോ? ഇവിടെ 3 രാഷ്ട്രീയ പാർട്ടികളും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത്, ഞാനിപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കുന്നത്, അങ്ങ് ടോം ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാക്കുന്നത്, ഈ സാധാരണ നമ്മുടെ നാട്ടുപുറത്തുണ്ട് ഈ ഉണക്കമീൻ കൊണ്ട് തല്ലി കിട്ടിയ പൂച്ചയ്ക്ക് കുഴപ്പമില്ലെന്ന് പറയും. വെള്ളാപ്പള്ളിയുടെ തല്ല് കിട്ടുന്ന ഇവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, വെള്ളാപ്പള്ളിയുടെ തല്ലെന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് കോൺഗ്രസിന് പ്രതിയോട് ചോദിക്കാനുള്ളത്, ഇതേ അഭിപ്രായമാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് വെള്ളാപ്പള്ളിയോട്. കാരണം അധികാരത്തിൽ ഇരുന്നപ്പെടുന്നത് ആ അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. 86 നിയമനം സംബന്ധിച്ച ഒരു ചെറിയ കാര്യം തരാം. കേരളത്തിലെ 86 കോളേജുകളിൽ പ്രൊഫസർമാർ നിയമനം കഴിഞ്ഞ LDF ഗവൺമെന്റ് ശരിയാക്കി കൊടുത്താണ്. ആ നിയമനം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടിയിട്ട് 22 നിയമനം കഴിഞ്ഞപ്പോഴത്തേക്ക് UDF ഗവൺമെന്റ് സ്റ്റേ ചെയ്ത് നിർത്തിവെച്ചു. ഇത് ശരിക്കും മനസ്സിലാക്കണം. നേരെ മറിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്
ആ വെള്ളാപ്പള്ളി വെച്ച അതേ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തിയിപ്പോടെ. ഇത് ശരിക്കും പറയാം ഉണക്കവിലോട്ട് തല്ലുപോലെയല്ല. ഇതെന്താ കാര്യം? ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വർഗീയമൊന്നുമല്ല, ഇവിടെ എല്ലാ സമ്പത്താണ്. ഇത് വെള്ളാപ്പള്ളിയുടെ എല്ലാ നടപടികളെക്കുറിച്ച് നിങ്ങൾ വർഗീയ ചുരുക്കി കാണരുത്. ഇത് സമ്പത്താണ് എൻ്റെ ബിൽ. കേരളത്തിൽ ഉണ്ടാക്കിയ, കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞ പോലെ 30,000 കോടിയിൽ പരം രൂപയുടെ നിയമനങ്ങൾ വെട്ടിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നടത്തിയ എല്ലാ സകല കണക്കില്ലായ്മ, SNDP കണക്കില്ല, SNDPക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, SNDP തന്നെ ഭാരവാഹികളില്ല. ഇങ്ങനെയുള്ള ശരിക്കും UDF ഒന്നും ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിതൃത്വ ചോദ്യം മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ അതുകൊണ്ട് മറുപടി കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് മുമ്പിരിക്കുന്ന ഫയൽ, ശ്രീമാൻ സതീശന്റെ മുമ്പിരിക്കുന്ന ഫയലുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ 124 തട്ടിപ്പ് കേസിൽ, പുൽപ്പള്ളി കേസിൽ വെട്ടിപ്പ് നടത്തേണ്ട ഫയൽ ഇരിപ്പുണ്ട്. ഒരു ഒപ്പിട്ടാൽ മതി ആരെങ്കിലും. ശരിക്കും പറയാം, ആ ഉദ്യോഗസ്ഥന് ഒപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നാളെ അധികാരത്തിൽ പുറത്തു പോകും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എൻ്റെ ചോദ്യമാണ്. അതായത് വെള്ളാപ്പള്ളിയുടെ 124 കേസുകളിൽപ്പെട്ട ഒരു സുപ്രധാനമായ ഫയൽ വെള്ളാപ്പള്ളി നടേശന് 420B അടക്കം ഗുരുതരമായ വെട്ടിപ്പുകൾ കൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പറ്റിയ വകുപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സഹായം ഇപ്പോഴും UDF ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അല്ലെങ്കിൽ മറുപടി പറയട്ടെ, കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞത് ഞങ്ങളത് ചെയ്യും, വെള്ളാപ്പള്ളിക്കാരെ ഞങ്ങൾ അനാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നിയമം അഴിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കാരെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വെള്ളാപ്പള്ളി കാണിച്ച വെട്ടിപ്പുകളും നിയമവിരുദ്ധം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? BJPക്ക് സാധിക്കുന്നുണ്ടോ? മാർക്സിസ്റ്റ് സാധിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല, കോൺഗ്രസോട് സാധിക്കുകയില്ല എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഒറ്റ ചുരുക്കാം, അധികമൊന്നും സംസാരിക്കേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ താഴെ പോകേണ്ടി വരും. കാരണം SNDP SN ട്രസ്റ്റിന്റെ 34B പ്രകാരം SNDPയുടെ ഭാരവാഹിയുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസോ സാമ്പത്തിക വെട്ടിപ്പോ ഉണ്ടെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ മാറി നിൽക്കണം. ഈ ഒരു ഒറ്റ ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ വെള്ളാപ്പള്ളിയുടെ വിപത്ത് അവസാനിക്കും. ഈ അഴിമതി മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവർ പരസ്പരം ഇപ്പോൾ കുത്തിയിരുന്നുകൊണ്ട് പരസ്പരം എന്ന് പറഞ്ഞാൽ ഇവരാരും ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളും വെള്ളാപ്പള്ളി വിഷയം വരുമ്പോൾ കണ്ണടയ്ക്കുന്നതിൻ്റെ ഞങ്ങളുടെ ആശയം. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഒരു അനീതിയും വേണ്ട, വെള്ളാപ്പള്ളിക്ക് നീതി. ഞങ്ങൾ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് നീതി കൊടുത്തോ. SNDP യോഗത്തിന്റെ ഓഫീസ് ജപ്തിയിലാണ്. നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാൻ സഹിക്കാൻ സാധിക്കുമോ? കേരളത്തിലെ പ്രബലമായ ഏറ്റവും വലിയ സമുദായമായ SNDP യോഗത്തിന്റെ ജപ്തി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പരിഹരിച്ചോ? SNDPയിലെ 2016 ആനുകൂല്യം കിട്ടുന്നില്ല, പരിഹരിച്ചോ? SNDPയിൽപ്പെട്ട പട്ടിണി പാവങ്ങൾ കിട്ടുന്ന 3% പലിശക്കുള്ള വായ്പ വെള്ളാപ്പള്ളി നടത്തി വെട്ടിപ്പണത് കിട്ടുന്നില്ല. തരുമോ? UDF വാങ്ങിച്ചു തരുമോ? പറയട്ടെ, UDF മറുപടി പറയട്ടെ, വാങ്ങിച്ചു തരാൻ പറ്റുമോ? SNDP ആഫീസ് മാറ്റിത്തരാൻ UDF സാധിക്കുമോ? ഇതെല്ലാം പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളാണ്. അത് മാറ്റുവാനാണ് UDF തെരഞ്ഞെടുക്കപ്പെട്ടത്. അവരെന്തെങ്കിലും ചെയ്തോ? PD പോൾ ഇതായിരുന്നു, ചോദ്യം ഇതായിരുന്നു. വെള്ളാപ്പള്ളിയെ തള്ളിയത് CPMന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ സൂചനയോ എന്നായിരുന്നു. ഈ വിഷയത്തോട് 76% പേരും CPMന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റമാണിതെന്ന് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 21% പേര് രാഷ്ട്രീയ നിലപാട് മാറ്റമല്ല എന്നാണ് വ്യക്തമാക്കിയത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. 1903 ശ്രീനാരായണ ഗുരു അധ്യക്ഷനും മഹാകവി കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി രൂപം കൊണ്ടതാണ് SNDP. ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അന്ന് നിലനിന്നിരുന്ന ജാതീയമായ അനീതികൾക്കെതിരെ പോരാടിയ പ്രസ്ഥാനം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് മതത്തിന്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും അതിരുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തട്ടെ. എന്നാൽ ഇതര മതവിഭാഗങ്ങളെ മുറിപ്പെടുത്തുന്ന പ്രസ്താവനകൾ അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകണം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.